പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ ചിന്താമണിയും കൂട്ടരും. കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് കളയാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് തിരിച്ചടിക്കുക തന്നെ വേണം. ഈ വിവാഹം മുടക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അമ്മ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുറെ നാളായല്ലോ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നു. എന്നിട്ടൊന്നും കണ്ടില്ല. നിങ്ങൾ എന്താ ഈ കാണിക്കാൻ ഉദ്ദേശിക്കുന്നേ? അത് ആദ്യമൊന്ന് വ്യക്തമാക്കാമോ? ഡി പെണ്ണെ, നീ അധികം കിടന്ന് വിളയല്ലേ. കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യാം. അതിനിടയിൽ നീ വന്ന് ഇനി ഒന്നും പറയാൻ നിൽക്കണം. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് ചിന്താമണിയെ വിഷമം കൂടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ദുരിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുക? ഒരു മാർഗവും കാണുന്നില്ലല്ലോ ദൈവമേ എന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. കളിച്ച് കളിച്ച് കളി കാര്യമായിരിക്കുകയാണ്. ഒടുവിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ നിന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് ഇനി പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് അവർ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നുവെങ്കിലും അമ്മാളുഅമ്മയുടെയും പാർവതിയുടെയും നീക്കങ്ങൾ എല്ലാ കാൽക്കുലേഷനും തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നെത്തുന്നു കാര്യങ്ങൾ. മാത്രവുമല്ല, ഒടുവിൽ താലി കെട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സൂരജിന് ഒഴിഞ്ഞു മാറാൻ സൂരജ് ശ്രമിക്കുന്നുവെങ്കിലും സൂരജിന്റെ നീക്കങ്ങളെല്ലാം അമ്പെ പരാജയപ്പെടുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.